രഞ്ജിത്തെ ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇഷ്ടപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കാൻ വാഹനാപകടമെന്ന നാടകം സൃഷ്ടിക്കേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നു. സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ പത്തനംതിട്ട വാഴമുട്ടം ഈസ്റ്റ് നിവാസികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. വാഴമുട്ടം ഈസ്റ്റിൽ വെച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ ഒരു കാർ വന്നിടിക്കുന്നു. യുവതി തെറിച്ച് റോഡിൽ വീണു. കൃത്യസമയത്ത് ഒരു ഇന്നോവ കാർ സംഭവസ്ഥലത്തേക്ക് എത്തുന്നു. ഒരു യുവാവ് ഇന്നോവയിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. പരിക്കറ്റ് കിടന്ന യുവതിയെ ഇന്നോവയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇത്രയും ഓക്കെ. വാഹനാപകട കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. സ്കൂട്ടറിൽ ഇടിച്ച കാറിൻ്റെ നമ്പർ പത്തനംതിട്ട പോലീസ് കണ്ടെടുത്തു. കാർ ഓടിച്ചിരുന്നത് പത്തനംതിട്ട കോന്നി പയ്യനാമൺ സ്വദേശി 19-കാരൻ അജാസ്. അജാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തത്ത പറയും പോലെ സംഭവിച്ചതെന്താണെന്ന് അജാസ് പറഞ്ഞു. ഒന്നാം പ്രതി കോന്നി മാമൂട് സ്വദേശി 24-കാരൻ രഞ്ജിത്ത് രാജന് യുവതിയോട് വലിയ ഇഷ്ടം, വിവാഹം കഴിക്കാനും താല്പര്യം. താൻ സ്വഭാവ ഗുണമുള്ള ചെറുപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ രഞ്ജിത്ത് രാജൻ കണ്ടുപിടിച്ച വഴിയായിരുന്നു അപകടം. രഞ്ജിത്ത് രാജൻ്റെ സുഹൃത്ത് അജാസ് കാറിൽ സ്കൂട്ടറിൽ പോകുന്ന യുവതിയെ പിന്തുടരുന്നു. സ്കൂട്ടർ ഇടിച്ചിടുന്നു. തക്ക സമയത്ത് രഞ്ജിത്ത് രാജൻ അപകടസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. നാട്ടുകാർ ചോദിച്ചപ്പോൾ യുവതിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാണ് യുവതിയെ കാറിൽ കയറ്റി രഞ്ജിത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. യുവതിയുടെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തുന്നു. യുവതിയുടെ ജീവൻ രക്ഷിച്ച രഞ്ജിത്ത് രാജനോട് യുവതിയുടെ ബന്ധുക്കൾക്ക് ബഹുമാനവും ഇഷ്ടവും തോന്നുന്നു. ക്ലൈമാക്സ് ഇങ്ങനെയാകുമെന്നാണ് രഞ്ജിത്ത് രാജൻ കരുതിയത്. പക്ഷേ പദ്ധതി പൊളിഞ്ഞു. സുഹൃത്ത് അജാസിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹൃത്ത് അജാസും അറസ്റ്റിലായി. ഇരുവർക്കുമെതിരെ നരഹത്യാശ്രമത്തിന് കേസെടുത്തു. യുവതിയുടെ വലത് കൈക്കുഴയ്ക്ക് സ്ഥാനഭ്രംശവും ചെറുവിരലിന് പൊട്ടലും ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉരവും മുറിവും പറ്റുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അങ്ങനെ ഇഷ്ടപ്പെട്ട യുവതിയെ വിവാഹം ചെയ്യാൻ യുവതിയോടുള്ള ഇഷ്ടം പോലും മറന്ന് യുവതി അപകടത്തിൽപ്പെടുത്തിയ രഞ്ജിത്ത് രാജൻ ഇപ്പോൾ അഴിയെണ്ണുകയാണ്. റിപ്പോർട്ടർ പത്തനംതിട്ട.